കാലം ഇത്രയായിട്ടും കേരളം മാറി മാറി ഭരിച്ച ഏതെങ്കിലും ഒരു സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പരിഹാരം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇന്ന് കണ്ടു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പരിഹാരം ഉറപ്പു നൽകുന്ന ഒരു പ്രകടന പത്രിക. അതിലേക്ക് കിടക്കാം. LDFും UDFും ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തിയിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഒരു പ്രകടന പത്രിക പോലും പുറത്തിറക്കാൻ അവർക്ക് ഇത്രയുമായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ഉറച്ച് വികസിത കേരളത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റുമായി NDA രംഗത്തെത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പാവപ്പെട്ട കുടുംബങ്ങളിലെ അമ്മമാർക്കും സഹോദരിമാർക്കും മരുന്നിനും ഭക്ഷണത്തിനുമായി പ്രതിമാസം 2500 രൂപ നൽകുന്ന ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് ഒരു വലിയ കൈത്താങ്ങായിരിക്കും. 70 വയസ്സ് കഴിഞ്ഞവർക്കും വിധവകൾക്കും പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുന്നതിലൂടെ മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിന്റെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് എയിംസ്. അത് യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനം ഇവിടെയുണ്ട്. ഒപ്പം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ എല്ലാ മലയാളികൾക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും. കർഷകർക്ക് എല്ലാ വിളകൾക്കും തറവില, തോട്ടം മേഖലയിൽ വലിയ ഇളവുകൾ എന്നിവ കാർഷിക രംഗത്തെ രക്ഷിച്ചെടുക്കും. സാധാരണക്കാരന്റെ വീട്ടിലെ ചെലവ് കുറയ്ക്കാൻ വർഷത്തിൽ 2 സൗജന്യ പാചകവാതക സിലിണ്ടറുകളും 20,000 ലിറ്റർ കുടിവെള്ളവും NDA വാഗ്ദാനം ചെയ്യും. പിന്നെ കൊച്ചി മെട്രോയുടെ വികസനത്തിനൊപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ മെട്രോകൾ വരും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് വലിയ വ്യവസായ ഇടനാഴികൾ വരുന്നതോടെ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ജോലി തേടി വിദേശങ്ങളിൽ അലയേണ്ടി വരില്ല. ശബരിമലയിലെയും മറ്റും അഴിമതികൾ CBI അന്വേഷിച്ച് കള്ളന്മാരെ പൂട്ടുമെന്ന ഉറപ്പും ഭക്തർക്ക് വലിയ ആശ്വാസമാണ്. ഇനി ചിന്തിക്കേണ്ടത് നമ്മളാണ്. ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയമാണോ അതോ വികസനത്തിന്റെ രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത്? ഭീഷണികൾക്ക് മുമ്പിൽ തലകുനിക്കാതെ വികസനത്തിന് വോട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്കൂ.